Xylem Learning Amrita Miss ആണ്. അപ്പോൾ മക്കളെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് മിസ് ഇത് എങ്ങനെ പഠിക്കും, എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് ട്രിക്ക് ഉണ്ടോ പഠിക്കാനൊക്കെ എന്നൊക്കെ കുറേ മക്കൾ ചോദിക്കാറുണ്ട്. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ചാപ്റ്റർ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാം. ആക്ച്വലി 10 മിനിറ്റ് വേണ്ട നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്ന് വേഗം തന്നെ മിസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആക്ച്വലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ബേസിക് ആയിട്ട് എന്താണ് എക്സ്പോണൻസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉള്ളത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പോണൻസിനെ പറ്റിയാണ്. അതായത് ബേസിക് ആയിട്ട് എക്സ്പോണൻസ് എന്താണ് എന്നറിയണം, പോസിറ്റീവ് എക്സ്പോണൻസ് എന്താണ്, നെഗറ്റീവ് എക്സ്പോണൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലോസ് ഓഫ് എക്സ്പോണൻസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസിൻ്റെ ലോസ് ആണ്. പിന്നെ ഉള്ളത് സ്മോളർ നമ്പേഴ്സിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കാനും കമ്പയർ ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയ കാര്യം നോക്കാം, എന്താണ് എക്സ്പോണൻറ്റ്. മക്കളെ ഒരു നമ്പറിനെ, അതായത് ഇപ്പോൾ നോക്കിയേ 2 × 2 × 2 × 2 2നെ മിസ് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്ന് പറയുന്ന നമ്പറിനെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാം, സിമ്പിളായിട്ട് പറയാം. 2 × 2 × 2 × 2 എന്ന് പറയുന്നതിന് പകരം എനിക്ക് എങ്ങനെ പറയാം, 2⁴ എന്ന് പറയാം. 2⁴ എന്ന് പറയാം. അപ്പോൾ ഈ 2⁴ അർത്ഥം എന്താണ്, 2നെ ഞാൻ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് ഏറ്റവും ബേസിക് ആയ കാര്യം. ഇവിടെ 2 എന്ന് പറയുന്നതിനെ ബേസ് എന്നും 4 എന്ന് പറയുന്നതിനെ എക്സ്പോണൻ്റ് എന്നുമാണ് പറയുന്നത്. റെഡി? ഇനി ഇവിടെ എങ്ങാനും ഒരു നെഗറ്റീവ് കയറി വരാം. ഇങ്ങനെ നെഗറ്റീവ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, 1/2⁴ എന്നാണ്. അതായത് താഴെയാണ് 2⁴ ഇരിക്കുന്നത് എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 2⁻⁻4 എന്ന് എഴുതുന്നു. അപ്പോൾ മൈനസ് വന്നാൽ അതിന് അർത്ഥം എന്താണ്, നിങ്ങൾ ഇവിടുത്തുകാരനല്ല, നിങ്ങൾ താഴത്തെ ഫ്ലോറിലുള്ള ആൾക്കാരാണ് എന്നാണ് അർത്ഥം. 2⁻⁻4 വന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ അല്ല, നിങ്ങളുടെ റൂം താഴെയാണ്, -4ലാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, താഴേക്ക് 1/2⁴ എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? ഇനി നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ് എന്താണ്. ലോസ് ഓഫ് എക്സ്പോണൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതാണ്. ഈ ഒരു ചാർട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ചു വെക്കുക. അടിപൊളിയായിട്ട് ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m+n ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള ആളും സെയിം ആണോ? സെയിം ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. റെഡി? രണ്ടാമത്തേത് നോക്കി, രണ്ടാമത്തേത് ഇവരും സെയിം ആണ്, ഇയാളും സെയിം ആണ്. ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ മൈനസ് ചെയ്താൽ മതി. റെഡി? മൂന്നാമത്തേത് a⁻m n. എയുടെ തലയ്ക്ക് മുകളിൽ m കയറിയിരിക്കുന്നു, എമ്മിൻ്റെ തലയ്ക്ക് മുകളിൽ n കയറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ടാൾക്കാരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം, m × n. സോ സിമ്പിൾ ഡാ. പിന്നെ എന്താണ്, a⁻m × b⁻m. അപ്പോൾ എന്ത് ചെയ്യുക, എനെയും ബിനെയും ഒരുമിച്ച് എഴുതുക, a × b⁻m എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? ഇനി a⁻0 is always equal to 1. ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കുക. ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് ഉപകാരപ്പെടും. കൃത്യമായിട്ടൊരു പേജിൽ ഇത് വരച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ചെറിയ നമ്പേഴ്സിനെയും വലിയ നമ്പേഴ്സിനെയും എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് മിസ് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ കമൻ്റ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. സോ താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.